പത്തനംതിട്ട മണ്ഡലത്തിലും വോട്ടിംഗ് മെഷീനെതിരെ പരാതി ഉയരുകയാണ്. 9 വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ വിവിപാറ്റിൽ വന്നത് 10 സ്ലിപ്പ് എന്നതാണ് ആരോപണം. അധികമായി വന്നത് BJPക്ക് വോട്ട് ചെയ്തു എന്ന സ്ലിപ്പാണ് എന്നാരോപിച്ചുകൊണ്ട് കോൺഗ്രസ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. സാങ്കേതിക തകരാർ ആയിരുന്നുവെന്നും തകരാർ പരിഹരിച്ച് മോക്ക് പോൾ നടത്തിയെന്നും കളക്ടർ വിശദീകരിച്ചു. CK അഭിലാലാണ് വിവരങ്ങളുമായി. അഭിലാൽ, കാസർഗോഡ് മണ്ഡലത്തിലെ മോക്ക് പോൾ സുപ്രീം കോടതി വരെ എത്തിയതാണ്. പരിശോധിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തതാണ്. പത്തനംതിട്ടയിൽ സംഭവിച്ചെന്താണ്? ഇവിടെയും BJPക്കെതിരെയാണല്ലോ ആരോപണം. വോട്ടെടുപ്പിന് മുൻപായി മെഷീനുകൾ കൃത്യനിലയിൽ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ ഇടങ്ങളിലും മോക്ക് പോൾ ക്രമീകരിക്കാറുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പള്ളി മേഖലയിൽ സമാനമായ നടപടികൾ ഉണ്ടായത്. ഈ ഘട്ടത്തിലാണ് ആക്ഷേപമുയർന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. 9 വോട്ടുകൾ ഒരു പരിശോധനയുടെ ഭാഗമായി രേഖപ്പെടുത്തിയപ്പോൾ വിവിപാറ്റിൽ 10 സ്ലിപ്പുകൾ ലഭ്യമായി. അതിലേറ്റവും അവസാനം രേഖപ്പെടുത്തിയത്, അതായത് വോട്ട് രേഖപ്പെടുത്താതെ തന്നെ സ്ലിപ്പായി വന്നത് BJPക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ഇതാണ് കോൺഗ്രസ് പ്രവർത്തകർ പരാതിയുമായി രംഗത്തേക്ക് വരാൻ ഇടയാക്കിയ സാഹചര്യം. അവർ ഔദ്യോഗികമായി തന്നെ ജില്ലാ കളക്ടർക്ക് പരാതി ലഭ്യമാക്കിയിട്ടുണ്ട്. അതേസമയം സാങ്കേതിക തകരാറാണ്, അത് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് മോക്ക് ഡ്രിൽ ക്രമീകരിച്ചതെന്നും ഉന്നയിക്കപ്പെട്ട വിഷയം അപ്പോൾ തന്നെ പരിശോധിച്ച് കുറ്റമറ്റ രീതിയിൽ മെഷീൻ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ള വിശദീകരണം. കാസർഗോഡിന് പിന്നാലെയാണ് പത്തനംതിട്ടയിലും വിവിപാറ്റ് വോട്ടിങ്ങിനിടയിൽ BJPക്ക് അനുകൂലമായി അധിക വോട്ട് വന്നു എന്ന പരാതി ഉയർന്നു വന്നത്. പ്രശ്നം പരിഹരിച്ചു എന്നാണ് വരണാധികാരി നൽകുന്ന പ്രതികരണമെന്നാണ് CK അഭിലാൽ റിപ്പോർട്ട് ചെയ്യുന്നത്.